കോളേജ് പഠനത്തിന് വേണ്ടി ലക്ഷങ്ങൾ മുടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ ഒരു പ്രൈവറ്റ് അല്ലെങ്കിൽ ഒരു ഡീം ടു ബി യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 10 തൊട്ട് 30 ലക്ഷം രൂപ വരെയൊക്കെ ആളുകൾ ചെലവാക്കുന്നുണ്ട്. ഇത്രയും പൈസയൊക്കെ ചെലവാക്കുന്നതിന് മുൻപ് ആ കോളേജിൽ ചെന്നാൽ അന്വേഷിക്കുന്നതോ കോളേജ് ഫേമസ് ആണോ, അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റി ഫേമസ് ആണോ, എല്ലാവരും കേട്ടതാണോ, പിന്നെ പ്ലേസ്മെന്റ്സ് ഇവിടെ നടക്കാറുണ്ടോ? ഇതിനപ്പുറം കാര്യമായി ചോദിക്കേണ്ട ചോദ്യങ്ങളൊന്നും പലരും ചോദിക്കാറില്ല. മെയിൻ ക്വസ്റ്റ്യൻസ് പലരും മിസ് ചെയ്യുന്നുണ്ട്. ഇത് മിസ് ചെയ്തിട്ട് ലാസ്റ്റ് പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം പറയും, അയ്യോ അന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം അന്വേഷിക്കേണ്ടതായിരുന്നു, അന്വേഷിച്ചില്ല, അതുകൊണ്ട് അബദ്ധം പറ്റി, ഇങ്ങനെ അബദ്ധം പറ്റി എന്നൊക്കെ. ഈ അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കണമെങ്കിലേ കുറച്ച് കാര്യങ്ങൾ 1, 2, 3, 4 എന്ന് കൃത്യമായിട്ട് കോളേജ് അതോറിറ്റീസിനോട് ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ അഡ്മിഷന് തയ്യാറായി നിൽക്കുന്ന ഏതോ ഫ്രണ്ടില്ലേ, അവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എനിക്ക് ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഓരോ പാരന്റും അരിമണി കൂട്ടണ പോലെ കൂട്ടിയിട്ടാണ് അവരുടെ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പൈസ സ്വരൂപിച്ചിട്ടുണ്ടാവുക. പലപ്പോഴും അവര് ആഗ്രഹങ്ങളായിട്ട് കൊണ്ടു നടന്നിട്ടുള്ള പല കാര്യങ്ങളും അവർ മാറ്റി വെച്ചിട്ടുണ്ടാവും. ബിക്കോസ് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ പണം ഉപയോഗിച്ച് കുട്ടികളുടെ ലൈഫിനെ സേഫ് ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഇങ്ങനെ കൂട്ടി വെച്ച പൈസ എല്ലാം കൂടി ചേർത്തിട്ട് എവിടെയോ കൊടുത്ത് നഷ്ടപ്പെടുന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ ചിലരുണ്ടാവും ലോൺ എടുത്തിട്ടായിരിക്കും കുട്ടികളെ പഠിപ്പിക്കുന്നത്. ആ പൈസ മുഴുവൻ ആരോ കൊണ്ടുപോവാ. അവർ പഠിച്ചിറങ്ങുമ്പോഴത്തേനും അതിന് യാതൊരു വാല്യൂവും ഇല്ലാതാവുകയാണ്. ഇതൊക്കെ സംഭവിക്കാതിരിക്കണമെങ്കിൽ പ്ലീസ് ആസ്ക് ദ റൈറ്റ് ക്വസ്റ്റ്യൻ. ദ ക്വസ്റ്റ്യൻ നമ്പർ 1, നിങ്ങൾ പഠിക്കാൻ പോകുന്ന ആ സ്ഥാപനം ഉണ്ടല്ലോ, അത് ലീഗലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്നത് കോളേജിലാണോ യൂണിവേഴ്സിറ്റിയിലാണോ? ഇതാണ് വേറൊരു കാര്യം. ചിലർക്ക് ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല ഈ കോളേജും യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് ഫൈനലി ഡിഗ്രി തരുമ്പോഴേ അത് കോളേജല്ല യൂണിവേഴ്സിറ്റിയാണ് തരാൻ പോകുന്നത്. സോ ഏത് യൂണിവേഴ്സിറ്റിയുടെ അപ്രൂവലാണ് നിങ്ങൾ പോകുന്ന കോളേജിനുള്ളത്? ഇനി യൂണിവേഴ്സിറ്റി ആണെന്നിരിക്കട്ടെ, ആ യൂണിവേഴ്സിറ്റി ലീഗലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണോ? ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ കാര്യത്തിൽ ഫേക്ക് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണോ എന്ന് അറിയാനായിട്ട് UGCയുടെ സൈറ്റിൽ കയറി നോക്കിയാൽ മതി. അവിടെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് അപ്രൂവൽ കൊടുത്തിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളത്. അതുപോലെ ഫേക്കായി അവർ തന്നെ കണ്ടെത്തിയിട്ടുള്ള സാധനങ്ങൾ പ്രത്യേകിച്ചും അവിടെ ഇട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ ഈ UGCയുടെ സൈറ്റിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതിനെ കുറിച്ച് ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോബബ്ലി യു വിൽ ഗെറ്റ് ക്ലാരിറ്റി ഓൺ ദോസ് തിങ്സ് കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഇതിൽ തന്നെ ഈ റെക്കഗ്നേഷനുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രൊഫഷണൽ കോഴ്സസിന് പോകുമ്പോൾ ഇതിന് ചില പ്രൊഫഷണൽ ബോഡികളുടെ റെക്കഗ്നേഷൻ ആവശ്യം വരും. അതുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളിപ്പം ഈ മെഡിക്കലിൻ്റെ കാര്യത്തിൽ NMC എന്നും, അല്ലെങ്കിൽ അഗ്രികൾച്ചറിൻ്റെ കാര്യത്തിൽ ICAR എന്നും, ഈ ആർക്കിടെക്ചറിൽ പിന്നെ COA എന്നും ഒക്കെ കേട്ടിട്ടില്ലേ? ഫാർമസിക്ക് ഉണ്ട്. ഇങ്ങനെ ഓരോന്നിനും ഓരോ ബോഡീസ് ഉണ്ട്. അവർ ഇതിൻ്റെ ചില ബോഡികളെ സംബന്ധിച്ചിടത്തോളം അവരായിരിക്കും ഇതിൻ്റെ സിലബസും ബാക്കി കാര്യങ്ങളും എല്ലാം ഒന്ന് ഒരു സെൻട്രലൈസ്ഡ് കരിക്കുലം പോലെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഇവരുടെ അപ്രൂവൽ ഇല്ലാത്ത സ്ഥാപനങ്ങളിൽ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗവൺമെൻറ് എക്സാംസ് എഴുതാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള ചില പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പം ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ പ്രൊഫഷണൽ കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഏത് ബോഡിയാണെന്നുള്ളതും ആ ബോഡിയുടെ റെക്കഗ്നിഷനും നിങ്ങൾ പോകുന്ന ആ സ്ഥാപനത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കാം. ദയവ് ചെയ്ത് ഈ കോളേജിൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഭംഗി, ഈ കെട്ടിടത്തിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് റെക്കഗ്നിഷൻ തന്നെ ഇങ്ങ് വന്നോളും എന്നാരും വിചാരിക്കേണ്ട. ഓക്കെ, ചിലപ്പോൾ വലിയ കെട്ടിടമൊക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവുക, ബട്ട് സംഭവം റെക്കഗ്നൈസ്ഡ് ആയിരിക്കില്ല. അങ്ങനെ എത്ര അബദ്ധം പറ്റിയ കേസുകൾ ഉണ്ടെന്നറിയോ? അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വാ തുറന്ന് ചോദിക്കണം. ഇതൊക്കെ പൈസ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതിന് മുമ്പ് ചോദിക്കാനുള്ളതാണ്, അല്ലാതെ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അയ്യോ എന്ന് പറയാനുള്ളതല്ല. രണ്ടാമത്തെ ചോദ്യം, ആരാണ് നിങ്ങളുടെ കുട്ടിക്ക് ഡിഗ്രി പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ABC എന്നൊരു കോളേജിൽ പഠിച്ചു എന്ന് വെച്ചാൽ ABCയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ല നമുക്ക് കിട്ടാൻ പോകുന്നത്. ഈ ABC ഏതോ ഒരു യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് അന്വേഷിക്കണം. അത് അന്വേഷിക്കാതെ ആ കോളേജിൻ്റെ പേരിനെ ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ആ കോളേജ് ഇസ് എവ്രിതിങ് എന്ന് ചിന്തിക്കുന്നത്. ഇതൊക്കെ ഞാൻ പറയുന്നതേ എല്ലാവരും വിചാരിച്ചിട്ടല്ല, പക്ഷെ അബദ്ധം പറ്റിയിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ടേ. അതുകൊണ്ടാണ്
അപ്പോൾ ഇത് കേൾക്കുന്ന ചിലർക്കൊക്കെ തോന്നും ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളല്ലേ, ഇതൊക്കെ ഇത്ര വലിയ വീഡിയോ ആയിട്ട് പറയാനുണ്ടോ എന്ന് തോന്നും. അത് നിങ്ങളുടെ ആംഗിളിൽ നിന്ന്. പക്ഷേ I've seen a lot of cases and I don't want people to get into trouble. അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. സോ നമ്മൾ അന്വേഷിക്കണം ആരാണ് ഈ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നാളെ ഒരു മൈഗ്രേഷനോ വല്ലതും ട്രൈ ചെയ്യുകയാണെന്ന് വിചാരിക്കും, അതായത് ഒരു വിദേശ രാജ്യത്തേക്ക് പോകാൻ നോക്കുന്നു. അങ്ങനെ നിങ്ങൾ പോകാൻ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഡിഗ്രി പ്രൊവൈഡർ ചില സമയങ്ങളിലെങ്കിലും നിങ്ങളുടെ ആ അറ്റസ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഒരു റോൾ വഹിക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാതെ ആരാ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാതെ എടുത്ത് ചാടരുത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, ദേ കോൾ ദെംസെൽസ് കോളേജസ്, ഐ ഡോണ്ട് നോ വൈ. അപ്പം ഇവരെന്ത് ചെയ്യും, അവർ പറയുമ്പം ഞങ്ങൾ ഇന്ന കോഴ്സ് നടത്തേണ്ടത്, ഇതിൽ അധികം ആൾക്കാർ പറ്റിക്കപ്പെട്ടു പോകുന്നത് മെഡിക്കൽ കോഴ്സുകളാണ്. അപ്പോൾ ഈ മെഡിക്കൽ കോഴ്സിൻ്റെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആ പറയുന്ന ആ സ്ഥാപനത്തിൻ്റെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിലുള്ള ഒരു സർട്ടിഫിക്കറ്റും കയ്യിൽ വാങ്ങിക്കൊണ്ട് വെച്ചിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല. അപ്പോൾ ഇതൊക്കെ ആരുടെ അപ്രൂവലാണുള്ളത് ഈ സാധനങ്ങൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ആരാണ് ഈ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിക്കണം. Who provides the degree program? It's a valid question to be asked. മൂന്നാമതായി അന്വേഷിക്കേണ്ട കാര്യം, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ റാങ്കിങ് ഇതൊക്കെ അവരുടെ പരസ്യത്തിൽ നിങ്ങൾ കാണുന്നു എന്ന് വിചാരിക്കും. അത് ഇപ്പോഴും വാലിഡ് ആണോ എന്നുള്ളത് വളരെ വാലിഡായ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇപ്പോൾ നാക്കിൻ്റെ ഒരു ഗ്രേഡ് അവർ പറയും, അല്ലെങ്കിൽ NIRF ഞങ്ങളുടെ റാങ്ക് ഇതാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു അഡ്വർടൈസ്മെന്റ് നിങ്ങൾ കണ്ടു എന്ന് വിചാരിച്ചോ. ഇത് എപ്പോൾ കിട്ടിയ റാങ്കാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഗ്രേഡ് ഏത് പ്രാവശ്യത്തെ ഗ്രേഡാണ് നിങ്ങൾ ഈ പറയുന്നത്. കാരണം ഇതിന് ഓരോന്നിനും വാലിഡിറ്റി ഉണ്ടാവുകയെ. ഇത് മനസ്സിലാക്കാണ്ട് ജസ്റ്റ് അങ്ങ് പറയാണ്. ഇനി QS റാങ്കിങ്ങിൻ്റെ കാര്യത്തിലുള്ള ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയുടെ പുറത്തേക്ക് ഞാനൊന്ന് കടന്നു, എന്നാലും ഐ വോണ്ട് ടു ടെൽ ദിസ്. ഈ QS റാങ്കിങ്ങിൽ പലപ്പോഴും വിദേശത്തുള്ള പല യൂണിവേഴ്സിറ്റികളുടെയും ബ്രാഞ്ച് പോലെ മറ്റു പല രാജ്യങ്ങളിലും അതേ പേരിൽ സ്ഥാപനങ്ങൾ റൺ ചെയ്യുന്നുണ്ടാവും. ശരിക്കും ഈ മദർ ക്യാമ്പസിന് QS റാങ്കിങ് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അവരുടെ ഇത് ഇത്രാമത്തെ നമ്പറിൽ QS റാങ്കിങ്ങിൽ അത് കിടപ്പുണ്ടെന്നുണ്ടാവും. പക്ഷേ മറ്റൊരു രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന് അതിൻ്റെ ആ ക്വാളിറ്റി ഉണ്ടാവില്ല, അതിനൊരു നിർബന്ധമില്ല. പക്ഷേ ആളുകൾ അതിനെ മനസ്സിലോട്ട് എടുക്കുക എന്താണ്, QS റാങ്കിങ്ങിൽ ഇത്ര അത് മദർ ക്യാമ്പസ് ആണപ്പാ. നിങ്ങളതിനെ വേറൊരു സ്ഥലത്തിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകരുത്. അപ്പം എവിടെയാണ് പഠിക്കണത് ആ സ്ഥലത്ത് ഈ പറയുന്ന സംഭവത്തിന് റാങ്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടോ, അത് അക്രഡിറ്റഡ് ആണോ, ഇനി ആരെങ്കിലുമൊക്കെ അക്രഡിറ്റഡ് ആണെന്ന് പറയുകയാണെങ്കിൽ അത് കറക്റ്റ് ആണോ, ഇപ്പോൾ അതിന് വാലിഡിറ്റി ഉണ്ടോ. കാരണം ചിലരുണ്ടല്ലോ, ഇപ്പം ഈ പ്രൊഫഷണൽ ബോഡിയുടെ അക്രഡിറ്റേഷൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അത് അന്വേഷിച്ചിട്ടുണ്ടാവുക ഒരു 3-4 കൊല്ലം മുമ്പ് പഠിച്ച ആരോടെങ്കിലും ആയിരിക്കും. അപ്പോൾ അവർ പറയും അതെല്ലാം ഓക്കെ ആയിരുന്നു, നമ്മൾ മുമ്പോട്ട് പോയി എന്ന് പറയും. പക്ഷെ ആ സാധനം ഇപ്പം ഇല്ലെങ്കിലോ പെട്ടോ. അപ്പം എന്ത് ചെയ്യണം, അത് ഇപ്പോൾ ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അല്ലാതെ പണ്ട് ചെയ്ത ആളുടെ കാര്യം മാത്രം വെച്ചിട്ട് പോകരുത്. അവിടെ എന്ത് പറ്റും, അബദ്ധം വരാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, വാലിഡിറ്റിയുടെ കാര്യം കൂടി അന്വേഷിക്കണേ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പോയിന്റ് കൂടെ പറഞ്ഞുതരാം. ചില സ്ഥാപനങ്ങൾ, ഇപ്പം നമ്മൾ ഈ യൂണിവേഴ്സിറ്റി അക്രഡിറ്റഡ് ആണ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സൈറ്റിൽ അവരുടെ റൺ ചെയ്യുന്ന എല്ലാ കോഴ്സുകൾക്കും ഈ പറയുന്ന അക്രഡിറ്റേഷൻ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. അതും ചെക്ക് ചെയ്യേണ്ട പോയിന്റാണ്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഒരു കോളേജ് ചിലപ്പം ഭയങ്കര ഫേമസ് ആയിരിക്കും, അത് നല്ല കോളേജാണ് എന്ന് നിങ്ങൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞ്, നല്ല കേട്ടോ എവിടെന്നെങ്കിലുമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബട്ട് ദാറ്റ് ഡസ് നോട്ട് മീൻ അവരുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും സ്ട്രോങ് ആയിരിക്കും എന്നുള്ളത്. ചില കോളേജുകളിൽ അവരുടെ കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ചിലത് അവരുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര നല്ലതായിരിക്കും, ചിലരുടെ എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് വളരെ പോപ്പുലർ ആയിരിക്കും, ബിക്കോസ് ദേ ഡു ഇറ്റ് ഇൻ എ പ്രോപ്പർ വേ. പക്ഷേ ദിസ് ഡസ് നോട്ട് മീൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ കോഴ്സും സൂപ്പർ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് സ്ഥാപനത്തിൽ ഒരു കോഴ്സ് പിക്ക് ചെയ്യുമ്പോഴും നമ്മൾ അന്വേഷിക്കേണ്ട കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. എത്ര നാളായി ഈ കോഴ്സ് അവർ റൺ ചെയ്യാൻ തുടങ്ങിയിട്ട്, എത്ര ബാച്ച് ഓഫ് സ്റ്റുഡൻസ് അവിടെ നിന്ന് ഓൾറെഡി പഠിച്ച് ഇറങ്ങിയിട്ടുണ്ട്, അവിടെ ഈ പർട്ടിക്കുലർ കോഴ്സ് പഠിപ്പിക്കുന്ന ഫാക്കൽറ്റികൾ ആരൊക്കെയാണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്. ചില സമയത്തുണ്ടല്ലോ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം അവിടെ വിസിറ്റ് ചെയ്യുന്ന ഒരു വിസിറ്റിംഗ് ഫാക്കൽറ്റി ഉണ്ടാവും. പക്ഷേ പുള്ളി സൂപ്പർ ആളായിരിക്കും, അയാളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടായിരിക്കും കംപ്ലീറ്റ് അഡ്വർടൈസ്മെൻറ്റ്. പക്ഷേ പുള്ളിയെ നമുക്ക് കാണാൻ കിട്ടുന്നത് ഒരു ഹാഫ് ഡേ ആയിരിക്കും ഒരു വർഷത്തിൽ. പക്ഷെ പിള്ളേരുടെ പലരുടെയും മനസ്സിൽ ആ വ്യക്തിയുടെ മുഖമായിരിക്കും ഉണ്ടാവുക. ഇത് നിങ്ങൾ അന്വേഷിക്കണം. പിന്നെ നമ്മളൊരു കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ
ചില കോഴ്സുകൾക്കെങ്കിലും ലാബ്, അതുപോലെ തന്നെ ഇപ്പം വല്ല മീഡിയ അതുപോലത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ സ്റ്റുഡിയോ, പിന്നെ ബാക്കിയുള്ള അതിൻ്റെ ഫെസിലിറ്റി, സോഫ്റ്റ്വെയർസ്, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടാവില്ലേ, ഇതെല്ലാം ആവശ്യം വരും. അപ്പം നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആ സ്ഥാപനത്തിൽ ഇത്തരം ഫെസിലിറ്റികളെല്ലാം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഒരു പോയിന്റാണ്. ആൻഡ് അനദർ തിങ് ഇസ്, നമ്മൾ ഇപ്പം അവിടെ നിന്ന് പാസ് ഔട്ട് ആയ സ്റ്റുഡൻസ്, ഞാൻ നേരത്തെ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞില്ല എത്ര ബാച്ച് പഠിച്ചിറങ്ങിയിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ പഠിച്ചിറങ്ങിയ കുട്ടികൾ അവരിപ്പോൾ എന്താണ് ചെയ്യുന്നത്? അത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അവരെന്താ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ പഠിച്ചിറങ്ങി ആ മേഖലയിൽ തന്നെയാണോ വർക്ക് ചെയ്യുന്നത്, അതോ ആ മേഖലയിൽ അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാതെ അവർ കഷ്ടപ്പെടുകയാണോ? ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി കിട്ടാതെ കഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും ഇതൊരു പ്രൊഫഷണൽ ബോഡിയുടെ അപ്രൂവൽ ഇല്ലാത്തത് കൊണ്ടാണ് അവർ കഷ്ടപ്പെടുന്നതെന്ന്. ചിലപ്പോൾ മനസ്സിലാവും ഇല്ല, ഇവരവിടെ ജസ്റ്റ് പഠിച്ചിറങ്ങിയെന്നേ ഉള്ളൂ, അല്ലാതെ ബാക്കി കാര്യങ്ങൾക്കൊന്നും കൃത്യമായൊരു ബോധമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ബുദ്ധിമുട്ടുന്നതെന്നുള്ളത്. ചിലത് പിന്നെ നിങ്ങൾക്ക് അറിയാലോ, എല്ലാ പഠിച്ചിറങ്ങുന്ന കുട്ടികളും ഒരുപോലെ ആയിരിക്കില്ല, ആ പോയിന്റ് ആയിരിക്കും നമുക്ക് വരുന്നത്. അതൊക്കെ നമ്മൾ ജനറലി അങ്ങനെ അങ്ങ് മാറ്റാവുന്നതാണ്. പക്ഷെ അല്ലാതെ ഇഫ് എവ്രിബഡി ഈസ് ഫേസിങ് എ പ്രോബ്ലം ദെൻ ദെയർ ഈസ് സംതിങ് റോങ്. സോ ഈ കാര്യങ്ങളും നമ്മൾ അന്വേഷിക്കണം. അടുത്ത പോയിന്റ് ഫീയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഫീയിൽ സാധാരണക്കാർക്ക് മനസ്സിൽ വരുന്നത് എന്തൊക്കെയായിരിക്കും? നമ്മൾ കോളേജിൽ അടയ്ക്കേണ്ട ട്യൂഷൻ ഫീ മനസ്സിൽ വരും, പിന്നെ കുട്ടികൾ ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ ഹോസ്റ്റൽ ഫീ വരും. അപ്പോൾ ഈ 2 എമൗണ്ട് ചിലപ്പം ചോദിക്കും. എന്നാൽ ഇത് കൂടാതെ ചില സാധനങ്ങൾ ചിലപ്പോൾ അവിടെ ഉണ്ടാവും. അത് അവർ പറയില്ല നമ്മൾ ചോദിക്കാത്തിടത്തോളം കാലം. പക്ഷെ നമ്മൾ അവിടെ അഡ്മിഷൻ എടുത്തു പോയെന്ന് വിചാരിക്കൂ, പിന്നെ ഇത് കൊടുക്കാണ്ട് വേറെ നിവർത്തിയില്ലേ? അപ്പം അതുകൊണ്ട് വിശദമായി ചോദിക്കണം, എന്തെല്ലാം പൈസ ഞങ്ങൾ പേ ചെയ്യേണ്ടി വരും. ഈ ട്യൂഷൻ ഫീയും ഹോസ്റ്റൽ ഫീനും പുറമെ ചിലപ്പം പിന്നീട് വരാൻ സാധ്യതയുള്ള ഫീസുകളാണ് ഞാൻ പറയുന്നത്. യൂണിഫോം ഫീ, ലാബ് ഫീ, ഇന്റേൺഷിപ്പ് ഫീ, പ്ലേസ്മെന്റ് സപ്പോർട്ട് ഫീ, ഓക്കെ, ഇങ്ങനെ പോകും പല പല പേരുകളിൽ. ഇനി ഇന്റർനാഷണൽ എക്സ്പോഷർ ഫീ പറയണ്ട, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ വന്ന് ചേരും. അതുകൊണ്ട് ഇതെല്ലാം വിശദമായിട്ട് നിങ്ങൾ ചോദിക്കണം. അപ്പം ഇത് ചോദിക്കാത്തിടത്തോളം കാലം പലരും ഇത് പറഞ്ഞു തരത്തില്ല. എന്നിട്ട് അവസാനം അബദ്ധം പറ്റാതിരിക്കാനാണ് പറയുന്നത്. കൃത്യതയോടുകൂടി ഈ കാര്യങ്ങൾ ചോദിക്കാതെ നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ബഡ്ജറ്റ് തെറ്റിയിട്ടുള്ള ഒരു പ്രശ്നത്തിൽ പോയി നിങ്ങൾ വീഴും. അപ്പോൾ കുട്ടികളെ നിങ്ങൾ അവിടെ ചേർത്തും പോയി നിങ്ങൾക്ക് പൈസ കൊടുക്കാതിരിക്കാനും നിവർത്തിയില്ല, എന്നാൽ കൊടുക്കാനൊട്ട് കയ്യിലില്ലേം താനും. ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ ഫീസിൽ പലപ്പോഴും ഈ യൂണിവേഴ്സിറ്റീസ് പിള്ളേരെ കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു നയമാണ് ഫസ്റ്റ് ഇയറിൽ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊടുക്കും. ഇത് 12ാം ക്ലാസ്സിൻ്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്കോളർഷിപ്പ് അവർ വർക്കൗട്ട് ചെയ്യും. അപ്പം ഇത് ഫസ്റ്റ് ഇയർ ആണ് ഈ സ്കോളർഷിപ്പ് അവർ പറയുന്നത്. പക്ഷെ സെക്കൻഡ് ഇയറിൽ ഈ സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ അവർ പറയുന്ന ഒരു CGPA എത്താനുണ്ട്. അപ്പം നോർമലി പാരന്റ് ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? 12ാം ക്ലാസ്സിൽ ഇത്ര ശതമാനം മാർക്ക് വാങ്ങിച്ച് ഇത്രയും കിട്ടിയല്ലോ, അപ്പോൾ നോർമലി സെക്കൻഡ് ഇയറിലേക്ക് കയറുമ്പോഴും ഇതങ്ങ് കിട്ടിക്കോളും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷെ സെക്കൻഡ് ഇയറിൽ ഇത് കിട്ടാത്ത പ്രശ്നത്തിൽപ്പെട്ട ഒരുപാട് പേരെ എനിക്കറിയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആ യൂണിവേഴ്സിറ്റി നടത്തുന്നത് ഒരു ബിസിനസ് തന്നെയാണ്. എത്രയൊക്കെ നമ്മൾ അതിനെ പൗഡർ ഇട്ട് വേറെ എഡ്യൂക്കേഷൻ ഇസ് നോട്ട് എ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് പോവുമെങ്കിലും അവിടെ ഒരു ബിസിനസ് ഉണ്ട്, റൈറ്റ്? അപ്പോൾ അവർ നഷ്ടം വരാനായിട്ട് അവർ എന്തെങ്കിലും കാര്യം ചെയ്യുമോ? അവർ സ്വാഭാവികമായിട്ട് അവരുടെ ലാഭം നോക്കത്തില്ലേ? അപ്പോൾ എന്ത് പറ്റും? അവർ പറയുന്ന ഈ CGPA, ഒന്നാമത് ഈ CGPAയുടെ സംഭവം എന്താണെന്ന് 12ാം ക്ലാസ് കഴിഞ്ഞ് പോയ കുട്ടിക്കോ അല്ലെങ്കിൽ പാരന്റിനോ പിടുത്തുണ്ടാവില്ല. കാരണം പാരന്റ്സിന്റെ ജനറേഷനിൽ നമ്മൾ ഈ CGPA എന്ന് പറഞ്ഞൊരു സംഭവത്തിലൂടെ കടന്നു പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിന്റെ ക്ലാരിറ്റി ഇല്ല. പിള്ളേർക്കാണെങ്കിൽ അധികവും ഈ 12ാം ക്ലാസ് വരെ പഠിക്കുമ്പം നമ്മൾ ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ തലയിലോട്ട് കയറിയിട്ടുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് മനസ്സിലാവില്ല. നമ്മൾ വിചാരിക്കും ഇത് പെട്ടെന്ന് അങ്ങനെ സൂപ്പറായിട്ട് എന്ന് പറഞ്ഞ് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ സെക്കൻഡ് ഇയർ മുതലും ഈ പറയുന്ന കുറഞ്ഞ ഫീസായിരിക്കുന്നത്. അത് കയ്യിൽ നിന്ന് പോയാൽ നിങ്ങളുടെ ബഡ്ജറ്റ് തട്ടി. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടി, അവരതിനെ സ്കോളർഷിപ്പ് എന്ന് വിളിക്കും. ഞാനതിനെ അങ്ങനെ വിളിക്കത്തില്ല കേട്ടോ. ഞാനതിനെ വിളിക്കുന്നത് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് എന്നാണ്. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഡിസ്കൗണ്ടാണ്. അപ്പോൾ അതിനെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ കിട്ടി, ഭാഗ്യം, ഈശ്വര നന്ദി. ഇനി സെക്കൻഡ് ഇയർ തൊട്ട് അത് കിട്ടുമെന്ന് വിചാരിച്ച് ബഡ്ജറ്റ് പ്ലാൻ ചെയ്യരുത്. കിട്ടിയാൽ അടിപൊളി, കുഴപ്പമില്ല, നല്ലതാ. പക്ഷേ കിട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ ബഡ്ജറ്റ് തെറ്റിപ്പോകും. അത് നിങ്ങൾക്ക് സംഭവിക്കരുത്. അതുകൊണ്ട് സെക്കൻഡ് ഇയറിലും തേർഡ് ഇയർ ഫോർത്ത് ഇയറിൻ്റെ ഫീസ് നമ്മൾ ഫുൾ ഫീസ് കയ്യിൽ ബഡ്ജറ്റിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പോകണം. ഇത് ഇത്രയും ഈ പൈസയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇതിൽ വേറൊരു സംഭവം ഉണ്ടേ, ഈ പൈസയായിട്ട് ബന്ധപ്പെട്ടൊരു സ്കാമുകൾ നടക്കാറുണ്ട് ഇഷ്ടം പോലെ. അത് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ സ്കാമുകളെ കുറിച്ച് കേൾക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ മോർ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾ അത്തരത്തിലുള്ള
സ്കാമുകളെ കുറിച്ച് അറിയാൻ താല്പര്യം. ഈ കാലക്കേടിന് ഞാൻ സ്കാം എന്ന് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കൂടി ഈ വീഡിയോയുടെ താഴെ സ്കാം എന്നടിക്കും. എന്നിട്ട് ഈ കമന്റ് മാത്രം വായിക്കുന്ന വിദ്വാന്മാരുണ്ടല്ലോ, അവന്മാർ വന്ന് നോക്കുമ്പോഴത്തേന് സ്കാം 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 എന്ന് എഴുതി വെച്ചേക്കാം, ഇത് വേറെ വല്ലതിലോട്ട് പോകും. അപ്പോൾ മോറെന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾ അത്തരം കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വേറൊരു വീഡിയോ ചെയ്തു തരാവേ. ഈ പോയിന്റ് തീർന്നിട്ടില്ല, നമുക്ക് അടുത്തതിലോട്ട് വരാം. അടുത്ത പോയിന്റ് പ്ലേസ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ ചോദിക്കുക എന്നുള്ളതാണ്. ഈ പ്ലേസ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പലപ്പോഴും ഈ യൂണിവേഴ്സിറ്റികളിൽ ഭയങ്കര അഡ്വർടൈസ്മെന്റ് നമ്മൾ കാണും. ഇത്ര കുട്ടികൾ പ്ലേസ്ഡ് ആയി, അതിൽ ഏറ്റവും കൂടുതൽ സാലറി കിട്ടിയത് ഒരു കുട്ടിക്ക് ഒരു വർഷം 15 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ ആ കുട്ടിയുടെ വലിയ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ചെന്നത് കാണുന്ന ഒരാളുടെ മനസ്സിൽ ആദ്യം പോണത് ഈ 15 ലക്ഷമാണ്. അപ്പം ഇത് ഹയസ്റ്റ് പാക്കേജ് ആണ്. നമ്മൾ എപ്പോഴും റിയലിസ്റ്റിക് ആയി ചോദിക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത് വാട്ട് വാസ് എ മീഡിയൻ പാക്കേജ്. അതായത് മൊത്തം ഇപ്പം ഒരു 10 കുട്ടികൾക്ക് അവിടെ പ്ലേസ്മെന്റ് കിട്ടിയെന്ന് വിചാരിക്കൂ. ഈ 10 കുട്ടികളുടെ സാലറി കാൽക്കുലേറ്റ് ചെയ്ത് അതിനൊരു മിഡിൽ ഫിഗറിലേക്ക് നമ്മൾ വരികയാണ്. അത് എത്രയാണ്? അതാണ് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത്. പിന്നെ പ്ലേസ്മെന്റ് ആയി എന്ന് പറഞ്ഞു. ആ പ്ലേസ്മെന്റ് ആയ കുട്ടികൾ ഏത് ടൈപ്പ് ഓഫ് കമ്പനിയിലാണ് പ്ലേസ്ഡ് ആയിരിക്കുന്നത്, അവർക്ക് എന്ത് ഡെസിഗ്നേഷൻ ആണ് അവിടെ ലഭിച്ചിരിക്കുന്നത്, അവർ ഡേ ടു ഡേ ചെയ്യുന്ന വർക്ക് എന്ത് ടൈപ്പ് ഓഫ് ജോലിയാണ്. പലപ്പോഴും ഈ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ് ഒട്ടിച്ചിരിക്കുന്ന സ്ഥലത്ത് പിള്ളേർ ചെയ്യണത് കസ്റ്റമർ സർവീസിന്റെ പണിയാണ്. അപ്പോൾ പിന്നെ വല്ല കാര്യമുണ്ടോ? അത് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് കസ്റ്റമർ സർവീസിന്റെ വർക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പ്ലേസ്ഡ് എന്ന് പറഞ്ഞ് ഫോട്ടോ വെച്ചേക്കാണ്. ബട്ട് പാരന്റ് അത് അത്രയും ആഴത്തിൽ പോയി ചിന്തിക്കാനുള്ള കപ്പാസിറ്റി അവിടെ പാരന്റിനും കിട്ടണില്ല. അപ്പോൾ അവർ കബളിപ്പിക്കപ്പെടുകയാണ്. അവരുടെ കുട്ടീനെയും കൊണ്ട് വരുമ്പോൾ ഈ സാധനം കണ്ടിട്ട് ഓക്കെ ഇത്രയും ആൾക്കാർ പ്ലേസ്ഡ് ആയി, ഭയങ്കര സംഭവം എന്ന് വിചാരിക്കും. പക്ഷെ ഏത് കമ്പനി അത്? അവിടെ ആ കുട്ടികൾ എന്ത് പൊസിഷനിൽ വർക്ക് ചെയ്യുന്നു, അവർ ഡേ ടു ഡേ എന്ത് ജോലി ചെയ്യുന്നു, ഇതറിയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാം, വളരെ മാന്യമായി നിങ്ങൾക്ക് ചോദിക്കാം. പ്ലീസ് ഗീവ് അസ് ദി പ്ലേസ്മെന്റ് ഡേറ്റ. എങ്ങനെയാണ് അവർ പ്ലേസ്ഡ് ആയിരിക്കുന്നത്, ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആൻഡ് ഈ പ്ലേസ്മെന്റിന് എന്തൊക്കെ തരത്തിലുള്ള സപ്പോർട്ടാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇനി ബൈ ദ വേ, നോട്ട് വൺ പോയിന്റ്. പലപ്പോഴും ഇന്ത്യൻ പാരൻസിന്റെ മനസ്സിലൊരു ധാരണയുണ്ട്, ഒരു കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ പ്ലേസ്ഡ് ആക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം കോളേജിനാണ്. കോളേജിൽ കൊണ്ടങ്ങ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്ന് നോക്കിക്കോണം. സി, ഇറ്റ്സ് നോട്ട് ദ ഹെഡേക്ക് ഓഫ് ദി കോളേജ്. അവിടെ ആ കുട്ടി ഇടേണ്ട ഒരുപാട് എഫേർട്ട് ഉണ്ട്. ആ എഫേർട്ട് ഒന്നും ഇടാതെ അവസാനം ലൈക്ക് ഇത് കോളേജിന്റെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് നമ്മൾ ചിന്തിക്കണോണ്ട് അർത്ഥമില്ല എന്നുള്ളത് അതിന്റെ അതർ സൈഡാണ്. അതുകൂടി ഞാൻ പറഞ്ഞുതരാണ്. പിന്നെ ഈ പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ പലരും അഡ്വർടൈസ്മെന്റിൽ എഴുതുന്ന ഒരു കാര്യമാണ് 100% പ്ലേസ്മെന്റ്. അതിന്റെ അവസാനത്തെ വാക്ക് പലപ്പോഴും അസിസ്റ്റൻസ് എന്നായിരിക്കും, അഷുറൻസ് എന്നല്ല. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ്? 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാനായി 100% അസിസ്റ്റൻസ് അഥവാ സപ്പോർട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. 100% പ്ലേസ്മെന്റ് അഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് 100% ഞങ്ങൾ ജോലി മേടിച്ച് തരും. പലപ്പോഴും ഇറ്റ് ഈസ് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. അത് അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം 100 കുട്ടികൾ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ഒരേ ടൈപ്പ് ഓഫ് പിള്ളേരായിരിക്കുമോ? ഇവരെല്ലാവരെയും നമുക്ക് എങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റുക? അപ്പോൾ ആരെങ്കിലും ഒരാൾ ഈ 100% പ്ലേസ്മെന്റ് അഷുറൻസ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ശരിക്കും അത് ശ്രദ്ധിക്കും. ഇത് എങ്ങനെയാണ് ഇവർക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നത്? ഹൗ ഇസ് ഇറ്റ് ഈവൻ പോസിബിൾ? ബിക്കോസ് ദേ ആർ ട്രൈങ് ടു അപ്പോയിന്റ് ദം ടു വേരിയസ് കമ്പനീസ്, റൈറ്റ്? ആ കമ്പനിക്ക് പറ്റുന്ന രീതിയിൽ ഈ കുട്ടി ഇവോൾവ് ആയില്ല എന്നുണ്ടെങ്കിൽ ആദ്യമേ എങ്ങനെയാണ് ഈ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ ശരിക്കും ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ആസ് എ പാരന്റ്, ഈ 100% പ്ലേസ്മെന്റ് എന്നുള്ളത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിരിക്കുകയും അതിന്റെ അവസാനത്തെ ആ ലാസ്റ്റ് വാക്കുണ്ടല്ലോ അത് വളരെ ചെറുതായിട്ടേ ഉണ്ടാവുള്ളൂ, അസിസ്റ്റൻസ് എന്നുള്ളത്. പക്ഷെ മനസ്സിൽ കയറുന്ന വാക്ക് എന്താ? 100% പ്ലേസ്മെന്റ്. എല്ലാവർക്കും പ്ലേസ്മെന്റ് കിട്ടും, ചാടി കയറി അങ്ങോട്ട് പോവാ. ഡോണ്ട് ഡു ദാറ്റ്. എനിക്ക് തോന്നുന്നു ഞാനൊരു 6 പോയിന്റ് ഇതുവരെ പറഞ്ഞു. പക്ഷെ ശരിക്കും 6 പോയിന്റ് അല്ല, ഇനിയും ഉണ്ട്. ഇനിയും നമ്മൾ ചോദിക്കേണ്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്. അത് ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഭയങ്കര വലുതായി. ആർക്കും ഈ പറയുന്ന കുറച്ച് നീളമുള്ള വീഡിയോ അതിപ്പോൾ പറയണ കാര്യം സോളിഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും കേൾക്കാനായിട്ട് സമയമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം കേൾക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഞാനിതിൻ്റെ സെക്കൻഡ് എപ്പിസോഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ സെക്കൻഡ് എപ്പിസോഡ് നിങ്ങൾക്ക് കാണണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ പോയിന്റ്സ് ഇനിയും കേൾക്കണം. ഇപ്പം പറഞ്ഞ 6 അല്ല, വേറെയുണ്ട് കാര്യങ്ങൾ. അത് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് എന്ന് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഒരു 10 പേരെങ്കിലും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്തു തരും വിത്ത് ദ ഡീറ്റെയിൽസ് ഓഫ് ദി അതർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.